ലോക വയോജന ദിനം, ദേശീയ സന്നദ്ധ രക്തദാന ദിനം, ലോക കാപ്പി ദിനം. ഒക്ടോബർ 1 ലോക വയോജന ദിനം, ദേശീയ സന്നദ്ധ രക്തദാന ദിനം, അതുപോലെ ലോക കാപ്പി ദിനം ഒക്ടോബർ 1. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ 28ാമത് ഡയറക്ടർ ജനറലായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ രഘു ശ്രീനിവാസൻ. ബോർഡർ റോഡ് ഓർഗനൈസേഷൻ്റെ 28ാമത് ഡയറക്ടർ ജനറലായി നിയമിതനായത് ലഫ്റ്റനന്റ് ജനറൽ രഘു ശ്രീനിവാസൻ. മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച IPS ഉദ്യോഗസ്ഥൻ രാകേഷ് ബൽവാൽ. മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച IPS ഉദ്യോഗസ്ഥൻ രാകേഷ് ബൽവാൽ. അർത്ഥശാസ്ത്രം, നീതിസാരം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസകൃതികളിൽ നിന്ന് സേനാതന്ത്രങ്ങൾ പഠിക്കുന്നതിനുള്ള ആർമിയുടെ പദ്ധതി ഉദ്ഭാവ്. അർത്ഥശാസ്ത്രം, നീതിസാരം തുടങ്ങിയ ഇന്ത്യൻ ഇതിഹാസകൃതികളിൽ നിന്ന് സേനാതന്ത്രങ്ങൾ പഠിക്കുന്നതിനുള്ള ആർമിയുടെ പദ്ധതി ഉദ്ഭാവ്. 2023 ഒക്ടോബർ 1 മുതൽ ഓൺലൈൻ ഗെയിമിങ്ങിന് ഏർപ്പെടുത്തിയ പുതിയ GST നിരക്ക് 28%. 2023 ഒക്ടോബർ 1 മുതൽ ഓൺലൈൻ ഗെയിമിങ്ങിന് ഏർപ്പെടുത്തിയ പുതിയ GST നിരക്ക് 28%. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്ര, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് പുന്നപ്ര, ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബ്രാൻഡായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് TCS. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ബ്രാൻഡായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് TCS. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ മാഗസിൻ്റെ ആഗോള സർവകലാശാല റാങ്കിംഗ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സർവകലാശാലകളുടെ എണ്ണം 91. ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ മാഗസിൻ്റെ ആഗോള സർവകലാശാല റാങ്കിംഗ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള സർവകലാശാലകളുടെ എണ്ണം 91. 2023 ശാസ്ത്ര രാമാനുജ പുരസ്കാരത്തിന് അർഹനായത് റൂയിസിയാങ് സാങ്. 2023 ശാസ്ത്ര രാമാനുജൻ പുരസ്കാരത്തിന് അർഹനായത് റൂയിസിയാങ് സാങ്. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം കാർട്ടൂണിസ്റ്റ് സുകുമാരൻ പോറ്റി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത മലയാളം കാർട്ടൂണിസ്റ്റ് സുകുമാരൻ പോറ്റി. രാജ്യത്തെ ഏറ്റവും മികച്ച 10 സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിംഗ് സ്ഥാപനം ഫെഡറൽ ബാങ്ക്. രാജ്യത്തെ ഏറ്റവും മികച്ച 10 സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങളിൽ ഇടം നേടിയ ഇന്ത്യയിലെ ഏക ബാങ്കിംഗ് സ്ഥാപനം ഫെഡറൽ ബാങ്ക്. ഏഷ്യൻ ഗെയിംസ് ഷോട്ട്പുട്ടിൽ 72 വർഷങ്ങൾക്ക് ശേഷം മെഡൽ നേടുന്ന ഇന്ത്യൻ താരം കിരൺ ബാലി. ഏഷ്യൻ ഗെയിംസ് ഷോട്ട്പുട്ടിൽ 72 വർഷങ്ങൾക്ക് ശേഷം മെഡൽ നേടുന്ന ഇന്ത്യൻ താരം കിരൺ ബാലി. 2023 സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിലെ ജേതാക്കൾ എറണാകുളം. 2023 സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിലെ ജേതാക്കൾ എറണാകുളം. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അദിതി അശോക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം അദിതി അശോക്. ഓൺലൈൻ ഗെയിമിങ്ങിന് ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ 1 മുതൽ. ഓൺലൈൻ ഗെയിമിങ്ങിന് ചരക്ക് സേവന നികുതി പ്രാബല്യത്തിൽ വരുന്നത് ഒക്ടോബർ 1 മുതൽ. ഗാന്ധി ജയന്തി, അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. ഗാന്ധി ജയന്തി അതുപോലെ അന്താരാഷ്ട്ര അഹിംസാ ദിനം ഒക്ടോബർ 2. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫ് വൈസ് അഡ്മിറൽ തരുൺ സോപ്തി. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നാവികസേനയുടെ ഡെപ്യൂട്ടി ചീഫ് വൈസ് അഡ്മിറൽ തരുൺ സോപ്തി. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ജീവിതം പ്രമേയമാകുന്ന ചലച്ചിത്രം മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. സംവിധാനം ശ്യാം ബെനഗൽ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ ജീവിതം പ്രമേയമാകുന്ന ചലച്ചിത്രം മുജീബ് ദ മേക്കിംഗ് ഓഫ് എ നേഷൻ. സംവിധാനം ശ്യാം ബെനഗൽ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയത് കാതലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വീസ്മാൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ പുരസ്കാരം നേടിയത് കാതലിൻ കാരിക്കോ ആൻഡ് ഡ്രൂ വീസ്മാൻ. കോവിഡ് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്നതിൽ നിർണായക സംഭാവനകൾ നൽകിയതിനാണ് പുരസ്കാരം. മറാഠ ഭരിച്ചിരുന്ന ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ആയുധം എന്നു കരുതപ്പെടുന്ന പുലിനഖങ്ങൾ 200ഓളം വർഷത്തിനു ശേഷം ഇന്ത്യയിലേക്ക് നൽകിയ രാജ്യം ബ്രിട്ടൻ. മറാഠ ഭരിച്ചിരുന്ന ഛത്രപതി ശിവജി മഹാരാജാവിൻ്റെ ആയുധം എന്ന് കരുതപ്പെടുന്ന പുലിനഖങ്ങൾ 200ഓളം വർഷത്തിനു ശേഷം പ്രദർശനത്തിനായി ഇന്ത്യയിലേക്ക് നൽകിയ രാജ്യം ബ്രിട്ടൻ.
അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സിറിയൻ സാഹിത്യകാരൻ ഖാലിദ് ഖലീഫ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത സിറിയൻ സാഹിത്യകാരൻ ഖാലിദ് ഖലീഫ. ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം (ICRT) ഇന്ത്യയുടെ ഗോൾഡ് പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. ഇന്റർനാഷണൽ സെന്റർ ഫോർ റെസ്പോൺസിബിൾ ടൂറിസം ഇന്ത്യയുടെ ഗോൾഡ് പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം മിഷൻ. 2024 ഇന്ത്യൻ ആർമിയുടെ പരേഡിന് വേദിയായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ലക്നൗ, ഉത്തർപ്രദേശ്. 2024 ഇന്ത്യൻ ആർമിയുടെ പരേഡിന് വേദിയായി പ്രഖ്യാപിക്കപ്പെട്ട നഗരം ഉത്തർപ്രദേശിലെ ലക്നൗ. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷ് പുരുഷ ടീം സ്വർണം നേടിയത് ഇന്ത്യ. ഏഷ്യൻ ഗെയിംസ് സ്ക്വാഷിൽ പുരുഷ ടീം സ്വർണം നേടിയത് ഇന്ത്യ. 2023 ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം മുരളി ശ്രീശങ്കർ. 8.19 മീറ്റർ. 2023 ഏഷ്യൻ ഗെയിംസിൽ പുരുഷ ലോങ് ജമ്പിൽ വെള്ളി നേടിയ ഇന്ത്യൻ താരം മുരളി ശ്രീശങ്കർ 8.19 മീറ്റർ. 2023 ഒക്ടോബറിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരിയും ഫെമിനിസ്റ്റും ഊർജ്ജതന്ത്രജ്ഞയുമായ വ്യക്തി എവ്ലിൻ ഫോക്സ് കെല്ലർ. 2023 ഒക്ടോബറിൽ അന്തരിച്ച അമേരിക്കൻ എഴുത്തുകാരിയും ഫെമിനിസ്റ്റും ഊർജ്ജതന്ത്രജ്ഞയുമായ വ്യക്തി എവ്ലിൻ ഫോക്സ് കെല്ലർ. സാഫ് അണ്ടർ-19 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യ. സാഫ് അണ്ടർ-19 ഫുട്ബോൾ ജേതാക്കൾ ഇന്ത്യ. ലോക ആവാസ ദിനം ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച. മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. ബംഗളൂരുവിൽ നടന്ന ലോക കാപ്പി സമ്മേളനത്തിൽ ദേശീയ അംഗീകാരം നൽകിയ കേരളത്തിലെ ഉൽപ്പന്നം അട്ടപ്പാടി കാപ്പി, റോബസ്റ്റ നാച്ചുറൽ സി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച രാജ്യവ്യാപക ശുചീകരണ യജ്ഞം സ്വച്ഛതാ ഹി സേവ. അപ്പം ലോക ആവാസ ദിനം ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ തിങ്കളാഴ്ച. മാലിദ്വീപിന്റെ പുതിയ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. ബംഗളൂരിൽ നടന്ന ലോക കാപ്പി സമ്മേളനത്തിൽ ദേശീയ അംഗീകാരം നൽകിയ കേരളത്തിലെ ഉൽപ്പന്നം അട്ടപ്പാടി കാപ്പി, റോബസ്റ്റ നാച്ചുറൽ സി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിച്ച രാജ്യവ്യാപക ശുചീകരണ യജ്ഞം സ്വച്ഛതാ ഹി സേവ. ഹൈക്കുൺ ഏത് രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശ അന്തർവാഹിനിയാണ്? തായ്വാൻ. ഹൈക്കുൺ ഏത് രാജ്യത്തിൻ്റെ ആദ്യ തദ്ദേശ അന്തർവാഹിനിയാണ്? തായ്വാൻ. മലയാള സാഹിതി ഇടശ്ശേരി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് വിജയ വാസുദേവൻ. മലയാള സാഹിതി ഇടശ്ശേരി സ്മാരക കവിതാ പുരസ്കാരത്തിന് അർഹയായത് വിജയ വാസുദേവൻ. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആൻ ലുലിയെ. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് പുരസ്കാരം. 2023 ഭൗതിക ശാസ്ത്ര നൊബേൽ ജേതാക്കൾ പിയറി അഗോസ്റ്റിനി, ഫെറൻസ് ക്രൗസ്, ആൻ ലുലിയെ. ഇലക്ട്രോൺ ഡൈനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് പുരസ്കാരം.